ചാറ്റ് വിത്ത് ഗ്രൗണ്ട് ബ്രേക്കറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ജെൻസിൽ ആൻ്റണി സാറാണ്. XR ഹൊറൈസൻ്റെ CEO-യും മലയാള മനോരമ ന്യൂസ് ചാനലിൻ്റെ ഫോമർ എക്സിക്യൂട്ടീവ് ന്യൂസ് പ്രൊഡ്യൂസറും കൂടിയായിരുന്നു അദ്ദേഹം. വെൽക്കം സർ. സാറിന് 20 ഇയേഴ്സോളമുള്ള ജേർണലിസത്തിൽ പരിചയമുണ്ടെന്നറിയാം. അപ്പോൾ ഇപ്പോഴും വർക്ക് ചെയ്യുന്നത് മീഡിയയുടെ തന്നെ ഒരു അഡ്വാൻസ്ഡ് ടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ളൊരു ഫീൽഡിലാണ്. അപ്പോൾ സാർ നോക്കുന്ന സമയത്ത് ഈ ഒരു 20 വർഷത്തോളം ജേർണലിസത്തിൽ അല്ലെങ്കിൽ മീഡിയ ഫീൽഡിൽ എന്തൊക്കെ ഒരു എവല്യൂഷനാണ് സംഭവിച്ചിട്ടുള്ളത്? വലിയ എവല്യൂഷൻസാണ്, വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ആ എവല്യൂഷൻസിൻ്റെ ഒക്കെ സ്പീഡ് ഭയങ്കരമായിട്ട് കൂടി എന്നുള്ളതാണ് ഈ ഏറ്റവും കഴിഞ്ഞ ലാസ്റ്റ് 5 ഇയേഴ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം. ശരിക്കും ഈ 25 വർഷം കൊണ്ടുണ്ടായ മാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമ്മളുടെ പ്രൊഡക്ഷൻ, ഇപ്പോൾ ടെലിവിഷൻ ഫോർ എക്സാമ്പിൾ, നമ്മൾ പ്രൊഡക്ഷൻ എല്ലാം മാനുവലായിരുന്നു എടുത്തിരുന്ന് ലീനിയർ ആയിരുന്നു എടുത്തുനിന്ന് നോൺ ലീനിയറിലേക്ക് മാറി. ആ നോൺ ലീനിയർ ആയിരുന്നു എടുത്തുനിന്നും ഒരുപാട് ഇപ്പോൾ IT-യുടെ ഗ്രോത്തിന് ആനുപാതികമായിട്ട് IT-യുടെ ഗ്രോത്തിന് ഒപ്പിച്ച് ഒരുപാട് ടൂൾസ് ഡെവലപ്പ് ചെയ്തു വന്നു. രസമുള്ള ടെലിവിഷൻ പ്രൊഡക്ഷൻ സോഫ്റ്റ്വെയർസ് വന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞങ്ങൾ മനോരമയിലായിരിക്കുമ്പോൾ അവിടെ ENPS എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് റൂം ഇൻറ്റഗ്രേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ മുമ്പ് മാനുവലായിട്ട് ചെയ്തിരുന്ന റൺ ഡൗൺ പ്രൊഡക്ഷൻ, ആ റൺ ഡൗണിൽ തന്നെ നമുക്ക് കോപ്പി ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അതിനുള്ളിലേക്ക് നമുക്ക് ആ കോപ്പിയിലേക്ക് തന്നെ നമുക്ക് വീഡിയോ ഇൻസേർട്ട് ചെയ്യാവുന്ന സെർവർ ബേസ്ഡ് പ്രൊഡക്ഷൻ വന്നപ്പോൾ സെർവറിൽ നിന്ന് വീഡിയോയുടെ ക്ലിപ്പ് മോസായിട്ട് ഒരു ചെറിയ ലിങ്കായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. സമാന്തരമായിട്ട് ഗ്രാഫിക്സ്, നേരത്തെ ഗ്രാഫിക്സ് ഒക്കെ ഓഫ്ലൈൻ പ്രൊഡക്ഷൻ ആയിരുന്നു, മാനുവലായിട്ട് നമ്മൾ ഫയർ ചെയ്യായിരുന്നു ഓൺ എയർ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത്. ആ ഗ്രാഫിക്സിനെയൊക്കെ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റി. അത് ഈ ENPS എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിലേക്ക് ഗ്രാഫിക്സും വീഡിയോയും ടെക്സ്റ്റും ഒക്കെ ഒരുമിച്ച് വന്നതൊരു കമ്മ്യൂണിക്കേഷൻ ടൂൾ കൂടിയാണ്. ആങ്കറും ഡെസ്കും തമ്മിലും, ഡെസ്കും ബ്യൂറോസും തമ്മിലും, പ്ലാനിംഗ് ഡെസ്കും പ്രൊഡക്ഷൻ ഡെസ്കും തമ്മിലും. സോ തിങ്സ് നമുക്ക് വളരെ പെട്ടെന്ന് ഈസിലി ഫിംഗർ ടിപ്സിലെല്ലാം ചെയ്യാവുന്ന തരത്തിലേക്ക് മാറി. രണ്ടാമത്തെ കാര്യം, ഈ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയുടെ ഒരു ഗ്രോത്തും IT-യുടെ ഗ്രോത്തും നമ്മുടെ മൊത്തത്തിലുള്ള ഇൻഡസ്ട്രിയെ ഭയങ്കരമായിട്ട് റെവല്യൂഷണലൈസ് ചെയ്തിട്ടുണ്ട്. അതിനെ ശരിക്കും അത് ഭയങ്കര ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൺവെൻഷനലായിട്ടുള്ള ഒരുപാട് ടൂൾസിനെയും മീഡിയയെയും ഡിസ്റപ്റ്റീവായിട്ട് ചേഞ്ച് ചെയ്യുന്നതായിരുന്നു IT-യുടെയും കണക്ടിവിറ്റിയുടെയും ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വിസിബിളായിട്ട് നമുക്കറിയാമല്ലോ, നമ്മുടെ ന്യൂസ് കൺസംഷൻ പാറ്റേൺ ഡ്രാസ്റ്റിക്കലി ചേഞ്ചായി. ഈ ഫോണിൻ്റെ ഉള്ളിൽ നിങ്ങൾ വെദർ ഇറ്റ് ഇസ് വീഡിയോ, ടെക്സ്റ്റ് ഓർ കോപ്പി, വാട്ട് എവർ ഇറ്റ് മേ ബി, ഏത് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ കണ്ടൻറ് ആണെങ്കിലും ശരി, അത് ഈ ഫോണിൻ്റെ ഉള്ളിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചേഞ്ച് ഉണ്ട്. ദാറ്റ് ഈസ് എ ഹ്യൂജ് റെവല്യൂഷൻ. ടെലിവിഷൻ, കൺവെൻഷണൽ ടെലിവിഷൻ ബോക്സസ് ക്ലോസ് ഡൗൺ ആയി, ആരും ഉപയോഗിക്കുന്നില്ല. ടെലിവിഷൻ ഇൻഡസ്ട്രിയിലുണ്ടായിരുന്ന ഞങ്ങൾ പോലും ഇപ്പോൾ കാണുന്നില്ല, നമ്മളെല്ലാം ഇതിൽ നിന്ന് കൺസ്യൂം ചെയ്യുന്നത്. പത്രങ്ങളുടെ സർക്കുലേഷൻ കുറഞ്ഞു, പത്രങ്ങളുടെ റവന്യൂ സ്ട്രീം മാറി, ഇപ്പോൾ പരസ്യങ്ങൾ കുറഞ്ഞു. ആ പരസ്യങ്ങൾ ശരിക്കും ഓൺലൈൻ മീഡിയയിലേക്ക് പോയി. പിന്നെ ഭയങ്കര കാതലായിട്ടുള്ള ഒരു ചേഞ്ച്, ഒരു റെവല്യൂഷണറി ചേഞ്ച് കണ്ടെന്ന് പറഞ്ഞാൽ ഈ വീഡിയോ മേക്കിംഗ് ടൂൾസ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ബിഗ് അഫെയർ എന്നുള്ള ഒരു ഫീൽ വന്നു. പണ്ട് എലീറ്റായിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ സ്കൂൾസിന്, ഒരു ക്ലാസ്സിന്, ഒരു സെക്റ്റിന് മാത്രം ആക്സസിബിൾ ആയിരുന്ന ഈ ടൂൾസൊക്കെ ഇപ്പം ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു. അവർ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു വിത്ത് ജസ്റ്റ് എ മൊബൈൽ ഫോൺ. അതിൽ തന്നെ എഡിറ്റ് ചെയ്യുന്നു, അതിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നു. സോ ഇറ്റ് റീച്ച് ഔട്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി, അതാണ് ഏറ്റവും വലിയ മാറ്റം. ആളുകളിലേക്ക്, ഒരു മൾട്ടിറ്റ്യൂഡ്സ് ഓഫ് ആളുകളിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നു. ഇപ്പോൾ എനിക്കോ അഞ്ചലിനോ ഒക്കെ പറ്റും ഇവിടെ ഇരുന്നിട്ട്, എനിക്ക് വലിയ ബ്രോഡ്കാസ്റ്റിംഗ് ടൂൾസ് ഒന്നും വേണ്ട, സാറ്റലൈറ്റ് കണക്ടിവിറ്റി വേണ്ട, ഫോൺ മതി, ഇൻ്റർനെറ്റ് മതി, നിങ്ങൾക്ക് ലോകത്ത് എവിടേക്കും എത്താൻ പറ്റും, ആളുകളുടെ അടുത്തേക്ക് നമ്മുടെ കണ്ടന്റുമായിട്ട് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഇതിനകത്തുണ്ടായ ഏറ്റവും വലിയ റെവല്യൂഷൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ മനോരമ ന്യൂസ് ചാനൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരു സമയത്തായിരിക്കും സാറ് ഒരു ബ്രേക്ക് എടുത്ത് കരിയറിൻ്റെ ഗ്രാഫേ മാറിപ്പോയി. അപ്പോൾ എവിടെ നിന്നാണ് ആ ഒരു ധൈര്യം വന്നത്? അല്ലെങ്കിൽ ഇതിവിടെ നിർത്തി, അതായത് ട്രഡീഷണൽ ന്യൂസിൽ നിന്ന് പെട്ടെന്ന് മോഡേൺ ടെക്നോളജിയിലോട്ടുള്ളൊരു മാറ്റം, ആ ധൈര്യം എങ്ങനെ കിട്ടി? ഇൻഫാക്റ്റ് അത് പെട്ടെന്നുണ്ടായതല്ല. എനിക്ക് കുറച്ച് നേരത്തെ മുതലേ ഈ VR-ൻ്റെയും AR-ൻ്റെയും പോസിബിലിറ്റീസ് എക്സ്പ്ലോർ ചെയ്യണമെന്നും, ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ആളുകൾക്ക് ഇങ്ങനത്തെ ടെക്നോളജി വരുമ്പം പെട്ടെന്ന് അതിനെ എംബ്രേസ് ചെയ്യാനുള്ളൊരു മടിയൊക്കെ ഉണ്ടാവും. അപ്പം ആളുകൾ കുറവായിരുന്നു VR-ഉം AR-ഉം ചെയ്യുന്നവർ. അപ്പോൾ അതിൻ്റെ ടൂൾസിന് ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട് കമ്മ്യൂണിക്കേഷനിൽ, പല മേഖലയിൽ, ട്രെയിനിങ്ങിൽ, എഡ്യൂക്കേഷണൽ ഇനിഷ്യേറ്റീവ്സിലൊക്കെ ഭയങ്കര പോസിബിലിറ്റീസ് ഉണ്ടെന്ന് തോന്നിയതുകൊണ്ട് കുറച്ച് നാൾ സമയമെടുത്ത് ആലോചിച്ചാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ ദ ട്രാൻസിഷൻ വാസ് നോട്ട് ഈസി.
എന്ന് പറഞ്ഞാൽ നമ്മൾ ന്യൂസിൻ്റെ എൻവയോൺമെൻറ്റിൽ ഈ പറഞ്ഞ പോലെ ഒരു ലൈം ലൈറ്റിലൊക്കെ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ആലോചിക്കുന്നത്, ഇങ്ങനത്തെ ഒരു സാധ്യത ആലോചിക്കുന്നത്, വിച്ച് വാസ് നോട്ട് ഈസി. കാരണം നമുക്ക് നമ്മുടെ ചുറ്റുമുള്ളവരെ പോലും കൺവിൻസ് ചെയ്യില്ല, എളുപ്പമല്ല. മനോരമ പോലെ ഒരു സ്ഥാപനം, ജോലി, സെക്യൂരിറ്റി, ശമ്പളം, ഇതെല്ലാം ഒക്കെ ഉള്ളപ്പോൾ നമ്മൾ പെട്ടെന്ന് എന്തിനാണ് ഇങ്ങനെ ഒരു വട്ടെന്നല്ല ആളുകൾ പറയാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഫാമിലിയിലുള്ളവരെ ആണെങ്കിലും കൂട്ടുകാരെ ആണെങ്കിലും ബ്രദേഴ്സിനെയൊക്കെ ആണെങ്കിലും ആരും കൺവിൻസ് ചെയ്യാൻ അത്ര എളുപ്പമായിരുന്നില്ല. പക്ഷേ സ്റ്റിൽ നമ്മൾക്കൊരു വിഷനുണ്ട് എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച്. അതാണ് ഇതിൻ്റെ ഈ ഓൺട്രപ്രണർഷിപ്പിൻ്റെ സംരംഭകത്വം എന്ന് പറയുന്ന മേഖലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു വിഷൻ ഉണ്ടെങ്കിൽ ആ വിഷന്മേൽ നമുക്ക് ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ ആ തീരുമാനം എടുക്കും. ആ തീരുമാനം എടുക്കുമ്പം നമ്മൾ പ്രാക്ടിക്കൽ ആവണമെന്നേ ഉള്ളൂ. നമ്മൾ നന്നായിട്ട് പഠിക്കണം. പുതിയ മേഖലയാണ്. ബിസിനസ് എന്ന് പറയുന്നത് തന്നെ വേറൊരു സ്കില്ലാണ്, അതൊരു ക്രിയേറ്റീവ് സ്കില്ലാണ് ഇൻ എ സെൻസ്. അത് നമ്മൾ അതിൻ്റെ ടൂൾസും അതിൻ്റെ മെത്തേഡ്സും ഒക്കെ നമ്മൾ നന്നായിട്ട് പഠിക്കണം. അങ്ങനെ പഠിച്ചിട്ട് ഇറങ്ങിയില്ലെങ്കിൽ വീഴലൊരു പഠിക്കലാണ്, നമ്മളും ചെയ്യുമ്പോഴൊക്കെ വീഴും. പക്ഷേ ആ ഒരു ധൈര്യം എടുക്കാൻ, നമ്മൾ കംഫർട്ട് സോണുകളിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. പൊതുവെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നിന്ന് റിസ്ക് എടുക്കാൻ ആരും ആഗ്രഹിക്കില്ല. പക്ഷേ ബേസിക്കലി വൺസ് വെൻ യു ടേക്ക് റിസ്ക്, അതിൻ്റെ റിസൾട്ട് ഭയങ്കര രസമായിരിക്കും. ഞാൻ അതിൻ്റെ ഒരു ചെറിയ ഒരു ഉദാഹരണം മാത്രം പറയാം. മനോരമയിലായിരിക്കുമ്പോൾ ഞാൻ മനോരമയിൽ നിന്ന് ശമ്പളം വാങ്ങുന്നു, ഞാൻ ജീവിക്കുന്നു, എൻ്റെ ഫാമിലി ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ഈ കമ്പനി തുടങ്ങിയതുകൊണ്ട് ഈ 4 വർഷത്തിൽ നിൽക്കുമ്പോൾ, ആദ്യം 4 പേരിൽ തുടങ്ങിയ കമ്പനി ഇപ്പോൾ 31 പേരുണ്ട്. 31 പേരുടെ ഫാമിലി ജീവിക്കുന്നുണ്ട് ഈ കമ്പനി കൊണ്ട്. സോ ദാറ്റ് ഇസ് ഈച്ച് കമ്പനി, അത് 5 പേരോ 10 പേരോ ഒക്കെ ഉള്ള ആയിക്കോട്ടെ, ഈച്ച് കമ്പനി കോൺട്രിബ്യൂട്ട്സ് ടു ദ എക്കണോമി. ആ 31 പേരുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫാമിലി ഒക്കെ ഇൻക്ലൂഡഡ് ആണ് ഇതിനകത്ത്. അപ്പോൾ അതൊരു രസമുള്ള എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ XR ഹൊറൈസൻ്റെ ഇതെടുത്ത് നോക്കുകയാണെങ്കിൽ വർക്ക്ഷോപ്സ് പോലെ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ സെഷൻസ് ഒക്കെ നടത്തുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ പല ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇപ്പോൾ VR ഇപ്പം ഇന്ന് ഞങ്ങളുടെ ക്ലാസ്സിലാണെങ്കിൽ കൂടിയും ആളുകളൊക്കെ അറിഞ്ഞു തുടങ്ങുന്നുള്ളൂ, ഞങ്ങളുടെ ഏജിലുള്ളവരടക്കം. അപ്പോൾ കുറച്ചും കൂടെ ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് അത് കൺവിൻസ് ചെയ്യാൻ ഭയങ്കര പാടുള്ള ഒരു കാര്യമാണ്. അപ്പം അതിനെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്? ഞങ്ങളെപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ പോലെയുള്ള ചെറുപ്പക്കാരെയാണ്. ജെൻസിയാണ് നമ്മളുടെ ടാർഗറ്റ് ഗ്രൂപ്പ്. ബിക്കോസ് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ പുതിയ ടൂൾസും പുതിയ ടെക്നോളജിയും ഒക്കെ കുറച്ചും കൂടെ ഫിംഗർ ടിപ്പിൽ എക്സ്പീരിയൻസ് ഉണ്ട്, ആക്സസ് ചെയ്യാൻ പറ്റും. പഴയ ജനറേഷനിലുള്ള ആളുകളെ നമ്മളുടെ ടാർഗറ്റ് ഓഡിയൻസായിട്ട് നമ്മൾ എപ്പോഴും കാണുന്നില്ല. ചിലപ്പോൾ ഇത് കുറച്ചും കൂടെ സ്പ്രെഡ് ആവുകയും പോപ്പുലർ ആവുകയും ചെയ്യുമ്പോൾ ഒക്കെ ആയിരിക്കും. പക്ഷേ ഇപ്പോൾ എൻ്റെ പോലെ പ്രായമുള്ള ആളുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ രസകരമായിട്ട് ഇതിലൊക്കെ എൻഗേജ് ചെയ്യുന്നവരുണ്ട്. അത് നമ്മൾ എളുപ്പമൊന്നും ആളില്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ പോലും ആളുകൾ ഭയങ്കര നമ്മൾ പ്രതീക്ഷിക്കാത്ത മേഖലയിൽ നിന്നൊക്കെ ആളുകൾ, ഇപ്പോൾ നിങ്ങൾ ഫോർ എക്സാമ്പിൾ മമ്മൂട്ടിയെ എടുക്കൂ. മമ്മൂട്ടിക്ക് ഇപ്പോൾ 70 വയസ്സ് കഴിഞ്ഞല്ലോ. ഞാൻ കാണുന്നതിന് മുമ്പ് വെർച്വൽ റിയാലിറ്റിയുടെ, അതായത് മെറ്റയുടെ ക്വസ്റ്റ് 2 എന്ന് പറയുന്ന ഡിവൈസ് പുള്ളി വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാനിന്ന് കാണിച്ച VR ഹെഡ്സെറ്റില്ലേ, അത് വാങ്ങിച്ച് പുള്ളി ഉപയോഗിച്ചു. അന്നത് ഓക്കുലസ് എന്ന് പറഞ്ഞ അതിൻ്റെ പേര്. അത് വാങ്ങിച്ച് പുള്ളി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം അതൊരു പ്രായമല്ല, ശരിക്കും പ്രായം ഒരു നമ്പറാണ്. അതൊരു ആപ്റ്റിറ്റ്യൂഡും ആണ് അത് ആക്ച്വലി. അങ്ങനെയുള്ളവരുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്നതാണ് ഡീപ്പ് ഫേക്ക് എന്ന് പറഞ്ഞത്. ഇപ്പോൾ AI അല്ലെങ്കിൽ VR, AR കൈൻഡ് ഓഫ് മാനിപ്പുലേഷൻ അല്ലേ? നമ്മുടെ റിയാലിറ്റിയെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഒരു വേറെ രീതിയാണല്ലോ. അപ്പോൾ അതിൽ മോറൽ എത്തിക്കൽ ഇഷ്യൂസ് അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി ക്രൈസിസ്, അങ്ങനെ പല ചാലഞ്ചസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സാർ അതിൻ്റെ ഒരു പ്രൊഡക്ഷനാണ് ചെയ്യുന്നത് XR ഹൊറൈസണിൽ. അപ്പോൾ ഇതിനൊക്കെ എങ്ങനെയാണ് നേരിടുന്നത്? ഞാനെപ്പോഴും ഈ ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് ഉള്ള ഒരാളാണ്. എനിക്ക് ടെക്നോളജിയിൽ എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. എപ്പോഴും എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. ഇതിൻ്റെ ഇപ്പം ഞാനന്ന് ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ടെക്നോളജി ഒരു ഡബിൾ എഡ്ജ്ഡ് സ്വോർഡാണ്. നിങ്ങളിൽ ഞാൻ ആ പറഞ്ഞ എക്സാമ്പിൾ അഗെയിൻ ഞാൻ ആവർത്തിക്കുകയാണ്. ഒരു ടൂള് കിട്ടുന്നു, ഒരു വെപ്പൺ കിട്ടുന്നു. വെപ്പൺ ക്യാൻ ബി യൂസ് ഫോർ ഡിസ്ട്രക്റ്റീവ് പർപ്പസസ്. ദ സെയിം വെപ്പൺ ക്യാൻ ബി യൂസ് ഫോർ ക്രിയേറ്റീവ് പർപ്പസസ് ടു. ദ ഇഷ്യൂ ഇസ് നോട്ട് വിത്ത് ദ വെപ്പൺസ്, ഇഷ്യൂസ് വിത്ത് ദ പേഴ്സൺ ഹു ഈസ് യൂസിങ്. ഇപ്പം നമ്മൾ ന്യൂക്ലിയർ എനർജിയെ കുറിച്ച് പറഞ്ഞാൽ, ന്യൂക്ലിയർ എനർജിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഇപ്പം നമ്മൾ അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ന്യൂക്ലിയർ എനർജി ക്യാൻ ബി യൂസ് ഫോർ ക്രിയേറ്റിംഗ് പവർ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം, ആറ്റം ബോംബാക്കാൻ ഉപയോഗിക്കാം. അതാണ് നമ്മുടെ തോട്ടിൽ വരുന്നത്. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിനകത്ത് അപകടങ്ങളില്ല എന്നല്ല, അപ്പം അപകടങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്ന ലീഗൽ ഫ്രെയിം വർക്ക്സും ചട്ടക്കൂടുകളും വരും. അത് നമ്മളൊരു ആസ് എ ഹ്യൂമൻ സൊസൈറ്റി, ഒരു ഹ്യൂമൻ ഒരു നമ്മുടെ മനുഷ്യൻ്റെ എവല്യൂഷൻ്റെ ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഇത്തരം ക്രൈസിസുകളും ചലഞ്ചസുകളും എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. നമ്മളൊരു സമൂഹം എന്നുള്ള നിലയിൽ നമ്മളതിനെ അതിജീവിക്കും എപ്പോഴും. അത് നമ്മുടെ ഒരു
മനുഷ്യൻ്റെ ഒരു കേപ്പബിലിറ്റിയാണ്. പിന്നെ കുറച്ച് കോൺട്രവേഴ്സ്യൽ ആവുമെന്ന് അറിയില്ല, എങ്കിലും അങ്ങനെയല്ല. ഇപ്പോൾ നമ്മൾ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് റിയാലിറ്റിയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട്, ഐ മീൻ കൈൻഡ് ഓഫ് എസ്കേപ്പിസം ആണ്. അതിൻ്റെ പേരിൽ പല പ്രശ്നങ്ങളും നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഈ വെർച്വൽ റിയാലിറ്റി അല്ലെങ്കിൽ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ഒക്കെ നമ്മൾ ഈ റിയാലിറ്റിയിൽ നിന്ന് നമ്മളെ മാറ്റി പുതിയൊരു നമ്മൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു റിയാലിറ്റി നമുക്ക് തരുവാണ്. അപ്പം അത് ഒരു അർത്ഥത്തിൽ നമ്മളെ ശരിക്കുമുള്ള റിയൽ ഫിസിക്കൽ വേൾഡിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ അതിൻ്റെ പേരിൽ കുറയുന്നുണ്ട്. ഇപ്പോൾ 2D ഓൾറെഡി സോഷ്യൽ മീഡിയ കാരണം ഹ്യൂമൻ കമ്മ്യൂണിക്കേഷനും കണക്ഷനൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇത് ഒരർത്ഥത്തിൽ ഈ ലഹരികളൊക്കെ ചെയ്യുന്ന അതേ ഒരു എഫക്റ്റ് കൊണ്ടുവരാൻ ചാൻസ് ഇല്ലേ? എന്തും ഏത് ടെക്നോളജിയും ഏത് ടൂളും നോളജിൻ്റെ അല്ലെങ്കിൽ ടെക്നോളജിയുടെയൊക്കെ ഏത് വളർച്ചയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 പോസിബിലിറ്റി നമുക്ക് തരുന്നുണ്ട്. നമ്മളവിടെ എവിടെ ഉപയോഗിക്കുന്നു, എങ്ങനെ അത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഇപ്പം ഞാൻ നേരത്തെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, നമ്മുടെ തിരുവല്ലയിൽ പിന്നെ ബിലീവേഴ്സ് ചർച്ച് ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടർ അന്വേഷിക്കുന്നത് ഒരു ചികിത്സയുടെ ഭാഗമായിട്ട് 1 മാസം സോളിറ്റ്യൂഡിലിരിക്കുന്ന ഒരാൾക്ക് അയാൾക്ക് എങ്ങനെ വെർച്വൽ റിയാലിറ്റി കൊണ്ടൊരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റും, അയാളുടെ ഏകാന്തതയെ അതെങ്ങനെ വെർച്വൽ റിയാലിറ്റി കൊണ്ട് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. ഇത് അദ്ദേഹത്തിൻ്റെ തോട്ടാണ്. അതൊരു വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് വെർച്വൽ റിയാലിറ്റി കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ ഇത് ഈ പറയുന്ന പർപ്പസിന് വേണ്ടിയിട്ടോ എഡ്യൂക്കേഷനൊക്കെ വേണ്ടിയിട്ടോ ഉപയോഗിക്കുന്നത് പോലെ തന്നെ പാരലായിട്ട് അതിൻ്റെ നെഗറ്റീവ് ഷെയ്ഡ്സ് ഉള്ള ഏരിയാസിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ധാരാളം പേരുണ്ടായി വരും. അതുണ്ട്, അത് അവിടെ ഉണ്ടാവും. പിന്നെ നമ്മൾ റിയൽ വേൾഡിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ വേൾഡിൽ നിന്ന് നമുക്കൊരിക്കലും ഏത് ടൂൾ ഉപയോഗിച്ചിട്ടും നമുക്ക് നമ്മളെ സെപ്പറേറ്റഡ് ആയിട്ട് കൊണ്ടുപോകലൊന്നും അത്ര എളുപ്പമല്ല. നമുക്ക് അൾട്ടിമേറ്റ്ലി വി ഹാവ് ടു ബി ഹിയർ. നമ്മൾ മനുഷ്യനെ തൊട്ടും മനുഷ്യനോട് സംസാരിച്ചും മനുഷ്യനോട് പെരുമാറിയും ഇമോഷണലി കണക്റ്റായിട്ടൊക്കെ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അതിനപ്പുറത്തൊന്നും അധിക നാൾ സർവൈവ് ചെയ്യില്ല. ഇതെല്ലാം എൻഹാൻസ് ചെയ്യുന്നുണ്ട് നമ്മുടെ എക്സ്പീരിയൻസിനെ. ഇപ്പം നമ്മളിപ്പോൾ ഈ പറയുന്ന കണക്ക് ഫോൺ പോലും നമ്മളെ ചിലപ്പോൾ അഡിക്ഷനിലേക്ക് കൊണ്ടുപോകും. നമ്മൾ ബോധത്തോടു കൂടി അതിൽ നിന്ന് എങ്ങനെ റിയൽ ലൈഫും റിയാലിറ്റിയും ഒക്കെ തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യാം, എങ്ങനെ നിൽക്കാം എന്നുള്ളത്, എങ്ങനെ ബാലൻസ് ചെയ്യാം എന്നുള്ളത് നമ്മൾ തന്നെ തീരുമാനിച്ചെടുക്കേണ്ട തീരുമാനങ്ങളാണ്. അത് പറ്റും. അത് ഇപ്പോൾ ഒരു തിരുത്തൽ വേണ്ടുന്ന സമയമാണെങ്കിൽ അതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആസ് എ സൊസൈറ്റി അല്ലെങ്കിൽ ആസ് എ സിസ്റ്റം നമുക്കതിനുള്ള കേപ്പബിലിറ്റി ഉണ്ട്, മനുഷ്യന് അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ഇപ്പോൾ AI വന്നപ്പോഴും ഇപ്പം ഈ വിർച്വൽ റിയാലിറ്റി ആണെങ്കിൽ മെറ്റാവേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സാർ ഒന്ന് ക്ലാസ്സിൽ പറഞ്ഞു, ഏറ്റവും കൂടുതൽ കൺസേൺ ചെയ്യുന്നത് കുറേയേറെ ജോലി സാധ്യതകൾ ഇല്ലാണ്ടാകുന്നു. പക്ഷെ അതിലുപരി ഒരു പുതിയൊരു ടെക്നോളജി വരുമ്പോൾ കുറേയേറെ ജോലി സാധ്യതകൾ അവിടെ ഉണ്ടാകുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൽ ഏതൊക്കെ ജോലി സാധ്യതകളാണ് പുതുതായിട്ട് ഉള്ളത്? ഡിസ്റപ്റ്റീവാണ് ഈ ടെക്നോളജികളൊക്കെ. നമ്മൾ IT ഡിസ്റപ്റ്റീവ് ആയിരുന്നതുപോലെ ഭയങ്കരമായിട്ട് നമ്മുടെ എക്സിസ്റ്റിംഗ് പാറ്റേൺസിനെ മുഴുവൻ ഇത് പൊളിക്കും. ഞാനും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കോപ്പി എഴുതാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ നല്ല സ്കിൽഡായിട്ടുള്ള ആളുകളെ മുമ്പ് ട്രസ്റ്റ് ചെയ്തിരുന്നു, അവർക്ക് പേ ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മൾ ഡ്രാഫ്റ്റും പോയിൻറ്റ്സും പ്രോപ്പറായിട്ട് പ്രോംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5 മിനിറ്റിനുള്ളിൽ ChatGPT അത് തരും. സ്റ്റോറി ബോർഡുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇമേജസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുമ്പ് നമ്മൾ ആർട്ടിസ്റ്റുകളെ ട്രസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മളത് ഇമേജസ് ബിങ്ങിലോ അതുപോലെ മിഡ് ജേണിയിലോ ഏതെങ്കിലും ഇമേജ് മേക്കിംഗ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ടൂൾസ് ഉപയോഗിക്കുന്നു. ഇനി ഇങ്ങോട്ട് ഫ്യൂച്ചറിൽ ഓരോ സ്റ്റെപ്പായിട്ട് കടന്ന് നമ്മൾ പോകുമ്പോൾ 3D ഒന്നും ഇപ്പോൾ മെച്ചുവർ ആവാത്തതുകൊണ്ടാണ്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അല്ലെങ്കിൽ മെഷീൻ ലേണിങ്ങിൻ്റെ ടൂൾസ് മെച്ചുവർ ആവാത്തതുകൊണ്ടാണ്. കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിലെല്ലാം വരും. വീഡിയോ മേക്കിംഗ് ഞാനെന്നാ പറഞ്ഞതുപോലെ സ്വറ പോലുള്ള ടൂൾസ് അമേസിങ് റിസൾട്ട്സാണ് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ ഈ മേഖലയിലൊക്കെ ഒരുപാട് ജോലി അവസരങ്ങൾ ഇല്ലാതാവും. പക്ഷേ ഇവിടെ എല്ലാം നമ്മുടെ മുമ്പിലുള്ള ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഇതിനെ അതിജീവിക്കും ആസ് പ്രൊഫഷണൽസ്, അല്ലെങ്കിൽ നാളത്തെ പ്രൊഫഷണൽസ് എന്നുള്ള രീതിയിൽ. അങ്ങനെ ചോദിച്ചാൽ നമ്മുടെ മുമ്പിലുള്ള അവസരം എന്ന് വെച്ചാൽ ഈ ടൂൾസ് നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ആ ടൂൾസിൽ നിന്ന് നമ്മളുടെ സ്കിൽ സെറ്റിനെ, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പ്രോഡക്ട്സിനെ എൻഹാൻസ് ചെയ്യുന്ന തരത്തിൽ നമ്മൾ ആ സ്കിൽസിനെ അക്വയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതല്ലാതെ നമ്മുടെ മുമ്പിൽ ഒരു വഴിയും ഇല്ല. അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് വഴി. പഠിക്കുക, പോസിറ്റീവായിട്ട് യൂസ് ചെയ്യുക, നല്ല റിസൾട്ട്സ് ഉണ്ടാക്കുക. അത് പുതിയ അവസരങ്ങൾ ഉണ്ടാക്കും, പുതിയ എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യും, പുതിയ ഓപ്പർച്യൂണിറ്റീസും പുതിയ നോളജ് ബേസും ഉണ്ടാക്കും. അതെല്ലാം നമുക്ക് ഫ്യൂച്ചറിൽ ഹെൽപ്ഫുൾ ആവുമെന്ന് പോസിറ്റീവായിട്ട് ചിന്തിക്കാനാണ് എനിക്കിഷ്ടം. അറ്റ് ദ സെയിം ടൈം ഞാൻ പെട്ടെന്ന് ഒരു ബ്രീഫായിട്ട് ഒരു ചെറിയ ഇതും കൂടി പറയാം. ഒരു കൺസേൺ എപ്പോഴും ഉണ്ട് നമുക്ക്. ഇത് ഏത് തരത്തിൽ, ഏതൊക്കെ സ്കെയിലിലേക്ക്, എങ്ങോട്ടൊക്കെ ഇത് അതിൻ്റെ ഇമ്പാക്ട്സ് ഉണ്ടാകും, അത് ഏതൊക്കെ തരത്തിൽ നമ്മളുടെ ഒരു മനുഷ്യൻ്റെ ഒരു മുന്നോട്ടുള്ള പോക്കിൽ
ചില ത്രെഡ്സൊക്കെ ചില സ്ഥലങ്ങളിൽ നേരത്തെ ഡീപ് ഫേക്കിൻ്റെ കാര്യം പറഞ്ഞതുപോലെ അതിനും അപ്പുറത്തുള്ള വലിയ മേഖലകളുണ്ട് അത് ചില ത്രെഡ്സ് വയ്ക്കുന്ന അങ്ങനത്തെ കൺസേൺസ് ഉണ്ട്. അത് പക്ഷേ നമ്മൾ അതിനുള്ള ലീഗൽ ഫ്രെയിം വർക്ക്സും ഒരു സൊസൈറ്റിക്കൽ ഒരു അപ്രോച്ചും ഒക്കെ അതിനോട് ഉണ്ടാകും. ആ ഒരു കറക്ഷൻ നടക്കും എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ അക്കാര്യത്തിൽ ടെക്നോളജിയെ വിശ്വസിക്കുക, പോസിറ്റീവായിരിക്കുക എന്നുള്ളതാണ് എൻ്റെ നിലപാട്. XR ഹൊറൈസണിൻ്റെ കുറേ പ്രൊജക്ട്സ് കണ്ടിരുന്നു. ഓയിൽ റിഗിൻ്റെ ട്രെയിനിങ് കൊടുക്കുന്നത് ഈ മെറ്റാവേഴ്സ് അല്ലെങ്കിൽ VR യൂസ് ചെയ്തിട്ട്, അതേപോലെ ഫസ്റ്റ് ആയിട്ടുള്ള മൊബൈൽ റിപ്പയറിങ് ട്രെയിനിങ്, മെട്രോയുടെ ഇത്, അങ്ങനെ കുറേ കാര്യങ്ങൾ കണ്ടു. അപ്പോൾ ഇനി സാറിന് എക്സൈറ്റ് ചെയ്യിക്കുന്ന ഏതൊക്കെ പ്രൊജക്ട്സ് ആണുള്ളത്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര രസമുള്ള കുറച്ച് പ്രൊജക്റ്റുകളിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഒന്ന്, ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, സ്പെഷ്യലി സ്കൂൾ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് K-12 ആണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇമേഴ്സീവ് ലേണിംഗ് സൊല്യൂഷൻസ് ബിൽഡ് ചെയ്യലാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ടാർഗറ്റ്. അതിന് വേണ്ടിയിട്ടാണ് XR ഹൊറൈസൺ തുടങ്ങിയത് തന്നെ. രണ്ടാമത്തെ ഒരു ഏരിയ ഞങ്ങളൊരു സർജിക്കൽ സൊല്യൂഷൻ, മിക്സഡ് റിയാലിറ്റി ഉപയോഗിച്ചിട്ട് സർജറി ചെയ്യുന്ന ഒരു ഹെൽത്ത് കെയർ പ്രോഡക്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് കറക്ഷൻസ് ഇനിയും ചെയ്യാനുണ്ട്. അതിനകത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഇൻ്റഗ്രേഷൻ വരാനുണ്ട്. ആ പാർട്ടിലൊക്കെ ഞങ്ങളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ അംബീഷ്യസ് ആയിട്ടുള്ള പ്രോജക്ട്സാണ്. സർവീസിലാണെങ്കിൽ ഞങ്ങൾ പലതരത്തിലുള്ള സർവീസ് ഇനിഷ്യേറ്റീവ്സ് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. MG യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ടൊരു വെർച്വൽ റിയാലിറ്റി എക്സ്പീരിയൻസിൻ്റെ സീരീസസ് ബിൽഡ് ചെയ്യുന്നുണ്ട്. കിഫ്ബി എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു ഏജൻസി ഉണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള. അവർക്ക് വേണ്ടിയിട്ട് ഒരു മെറ്റാവേഴ്സ് സിറ്റി ബിൽഡ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ കുറേ ഇനിഷ്യേറ്റീവ്സാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എല്ലാവർക്കും എക്സൈറ്റ് ചെയ്യിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ടെക്നോളജിയുടെ പുതിയ സാധ്യതകളെ പറ്റി പറഞ്ഞു തന്ന ഡെൻസിൽ ആൻ്റണി സാറിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച് സർ ഫോർ യുവർ വാല്യുബിൾ ടൈം. താങ്ക് യു.